വിമാനത്തിൽ ബോംബ് ഭീഷണി. തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിലെത്തിയ വിസ്താരയുടെ വിമാനത്തിലാണ് ബോംബ് ഭീഷണി. ലാൻഡിംഗിന് ശേഷം യാത്രക്കാരെ പുറത്തിറക്കിയ ശേഷം വിമാനത്തിനുള്ളിൽ ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. സുവി വിശ്വനാഥ് ഉണ്ട് വിവരങ്ങളുമായി. സുവി, ആശങ്കപ്പെടാൻ എന്തെങ്കിലുമുണ്ടോ? രേണുക, ആശങ്കപ്പെടേണ്ട സാഹചര്യം തന്നെയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ബോംബ് ഭീഷണി ഉണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് പരിശോധനകൾ CISF നടത്തുന്നു. ഓരോ യാത്രക്കാരനെയും പരിശോധിക്കുന്നു. യാത്രക്കാരന്റെ ബാഗേജുകളും പരിശോധിക്കുകയാണ്. വിമാനത്തിനകത്തും പുറത്തുമെല്ലാം പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 12:35 കൂടിയാണ് വിസ്താരയുടെ വിമാനം തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിലേക്കുള്ള വിമാനം യാത്ര പുറപ്പെട്ടത്. അതിനുശേഷമാണ് യാത്രക്കാർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട, അതായത് വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നൊരു കുറിപ്പടി സന്ദേശം ലഭിക്കുന്നത്. ഈ സന്ദേശം കിട്ടിയ ഉടൻ തന്നെ യാത്രക്കാർ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് മുംബൈയിലെ ഒരു എമർജൻസി ലാൻഡിംഗ് നടത്തുകയായിരുന്നു. ആളൊഴിഞ്ഞ ഭാഗത്താണ് വിമാനം ഇറക്കിയത്. അതിനുശേഷം യാത്രക്കാരെ എല്ലാം തന്നെ പുറത്തേക്ക് എത്തിച്ചു. ആ പുറത്തേക്ക് എത്തിച്ച യാത്രക്കാരെ പരിശോധിക്കുന്നുണ്ട്, അവരുടെ ബാഗേജുകൾ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വിമാനത്തിനുള്ളിൽ വിമാനത്തിനകവും പുറവും പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോംബ് വെച്ചിട്ടില്ല എന്നത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആശങ്കയുടെ മണിക്കൂറുകൾ കൂടെ തന്നെ കടന്നു പോവുകയാണ്. ഇത് വ്യാജ ബോംബ് ഭീഷണിയാണോ എന്നതും വ്യക്തമല്ല. ഏതായാലും പരിശോധനകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി മലയാളികളാണ് ഈ ഫ്ലൈറ്റിൽ മുംബൈയിലേക്ക് എത്തിയിരിക്കുന്നത്. അവരെ എല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മുംബൈ വിമാനത്താവളം എന്ന് പറയുന്നത് ഏറെ തിരക്കുള്ള ഒരു വിമാനത്താവളമാണ്. നിരവധി കണക്ഷൻ ഫ്ലൈറ്റുകളാണ് ഇതുവഴി കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് ഈ വിമാനം ലാൻഡ് ചെയ്യിക്കുക എന്നതുപോലും ഏറെ ദുഷ്കരമായിരുന്നു. അതേ രീതിയിലാണ് ഇപ്പോൾ എമർജൻസി ലാൻഡിംഗ് നടത്തിയിരിക്കുന്നത്. ആ എമർജൻസി ലാൻഡിംഗ് നടത്തി ഇപ്പോൾ CISF ഉദ്യോഗസ്ഥർ ഈ വിമാനത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രേണുക. ശരി, സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. ആശങ്ക ഒഴിഞ്ഞിട്ടില്ല, പരിശോധന തുടരുകയാണ്.